ഒരു എംപ്ലോയി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു ഫസ്റ്റ് ഡേ കൊണ്ടോ ഫസ്റ്റ് വീക്ക് കൊണ്ടോ ഫസ്റ്റ് മന്ത് കൊണ്ടോ ഒരു കമ്പനിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ എന്ന് മാത്രമല്ല ലോജിസ്റ്റിക്സ് ആണെങ്കിലും പോലെ ഈ ഒരു കമ്പനികളിലേക്കുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈവൻ ഹോസ്പിറ്റലാണെങ്കിലും ലോജിസ്റ്റിക്സ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഈ എംപ്ലോയി കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ HIS സോഫ്റ്റ്വെയർ, ഈ പറയുന്ന ഏതൊരു മൾട്ടിനാഷണൽ ഈവൻ ചെറിയ ക്ലിനിക്കാണെങ്കിൽ വരെ ഈ പറയുന്ന HIS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഈ പറയുന്ന കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ട്രെയിനിങ് ഇവർക്ക് നേരത്തെ ഒരു സെൻറ്ററിൽ നിന്ന് കിട്ടുവാണ്. ഇപ്പോൾ നമുക്ക് ഒന്നൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഇപ്പോൾ ഒരു ഡിഗ്രി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു സ്റ്റുഡൻറ്റിനെയാണ് അവർ ഹയർ ചെയ്യുന്നതെങ്കിൽ ഇവൻ A to Z ഈ കാര്യങ്ങൾ ഈ സ്റ്റുഡൻറ്റിനെ വീണ്ടും പഠിപ്പിക്കേണ്ടി വരും. എന്താണ് HIS സോഫ്റ്റ്വെയർ, എന്താണ് ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ്, അതുപോലെ എന്താണ് അവരുടെ ക്വാളിറ്റി, എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ A to Z പഠിപ്പിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇതുപോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇവന് ഫസ്റ്റ് ഡേ തൊട്ട് വർക്ക് കൊടുക്കാം. ഈ കാര്യങ്ങൾ ട്രെയിൻഡാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവൻ ട്രെയിൻഡാണ്. അതാണ് ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഒരാൾക്ക് ഏത് മേഖലയിലോട്ടും പോകാം. അവനൊരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് ആവശ്യമുള്ള ഒരു സ്കിൽ അക്വയർ ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് പോകുന്നതെങ്കിൽ അവന് പിന്നെ ഒരു സെക്കൻഡ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റ് ഡേ തൊട്ട് ജോലി ചെയ്യാൻ പറ്റും.